ഗൈസ് അപ്പോൾ ഇന്ന് 4th ഡേ ആണ് ഇത് ഹോസ്പിറ്റലിൽ. അപ്പോൾ ചിങ്ങയിൽ ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പനി നമ്മൾ വന്ന ദിവസം തന്നെ പോയി കൊടുക്കുന്നു. പിന്നെ പനി ഞങ്ങളൊന്നും വന്നിട്ടില്ല. പക്ഷെ ആൾക്ക് ചുമ വരാതെ ഉറക്കത്തിൽ ജലദോഷം ഉറക്കത്തിൽ തന്നെ ഇടയിലിടയിൽ ചുമക്കുന്ന സമയത്ത് എന്തോ ആൾക്കൊരു കിക്കമുട്ടിയുണ്ട്. കഫത്തിൻ്റെ ആണെന്നാണ് തോന്നുന്നത്. എന്താണ് ഇതൊക്കെ അവിടെ അങ്ങനെ ലെൻസിൽ കെട്ടി നിൽക്കുന്ന കാരണം ഒന്നും പുറത്ത് വരില്ലല്ലോ. ചുമക്കുകയാണെങ്കിലും ജലദോഷമാണെന്നുണ്ടെങ്കിലും ഒന്നും പുറത്ത് വരില്ല. അതിൻ്റെ സൗണ്ട് പോയിട്ടിരിക്കുകയാണെങ്കിൽ അപ്പോൾ ഒന്നും പുറത്ത് വരില്ലല്ലോ. ഇപ്പം മരുന്നൊക്കെ ഇതാക്കുന്നത് കൊണ്ട് ഇപ്പം എല്ലാം പുറത്ത് വരാൻ തുടങ്ങി. അതായത് മൂക്കിൽ കൂടി അല്ലേ, അതായത് കഫ് അടങ്ങിയിട്ട് പുറത്ത് വരാൻ തുടങ്ങി. അപ്പോൾ അത് കാരണം അവൾക്ക് അവളുടേതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ. പിന്നെ അവൾക്ക് ആൻറ്റിബയോട്ടിക് എടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു ക്ഷീണം ഉണ്ടാകും. ഇന്നലെ ആയിരുന്നു എന്താണ് അത് കഴിഞ്ഞ് മുന്നത്തെ ദിവസം വരെ കുഴപ്പമില്ലായിരുന്നു അല്ലേ. പക്ഷെ ഇന്നലെ മൊത്തം ടയേർഡായിട്ട് ഫുള്ള് ഉറക്കമായിരുന്നു. ഉറക്കം പറഞ്ഞാൽ എണിക്കണേ ഇല്ല. ഇനിയിപ്പോൾ നോർമൽ ചിങ്കിടിൻ്റെ ആ ഒരു ക്യാരക്ടറിലോട്ട് വന്നതാണ്. ഇനി കുട്ടിക്ക് വയ്യാത്തത് കൊണ്ട് ഇനി എന്താണ് അങ്ങനെ ഉറങ്ങിയതാണോന്നൊന്നും അറിയില്ല. എന്നിട്ട് ഞങ്ങൾ അതിനെ അറിയിച്ചപ്പോൾ അവർ പറഞ്ഞു എന്താണ് മരുന്ന് ഡോസ് കൊടുക്കുകയില്ല. അപ്പോൾ അത് കാരണം അതിൻ്റെ ബുദ്ധിമുട്ടാണ്. പക്ഷെ ചെക്ക് ചെയ്ത സമയത്ത് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അല്ലേ. പിന്നെ മൂപ്പര് എണിച്ചതിന് ശേഷം നല്ല കുറച്ച് ആക്റ്റീവ്, നല്ല ആക്റ്റീവ്, കുറച്ച് ആക്റ്റീവൊക്കെ ആയിട്ടിരുന്നു. കുറച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ അങ്ങനെ ഉറങ്ങി. ഡോക്ടർ വന്നിട്ട് ചിക്കനൊക്കെ കുഴപ്പമില്ലാന്ന് പറഞ്ഞു. പക്ഷെ ഡിസ്ചാർജ് വരണം, കുറച്ച് സമയമാകും വരാൻ. ഡോക്ടർ 11 എത്തും. എന്നിട്ട് നമുക്ക് നോക്കാം. പിന്നെ അതുപോലെ എന്താണ് ഞാൻ ഇടയ്ക്കൂടെ ഇടുമ്പോൾ മാത്രമേ കുറേ പേര് പറയുന്നുണ്ടായിരുന്നു എന്താണ് പിറന്നാൾ ഒരുപാട് ഇതായിട്ട് നടത്തി കാണിച്ചു കൂട്ടി അതിൻ്റെ ഫലമാണെന്നൊക്കെ കൊണ്ട് ഞാൻ കമൻ്റൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാവരും എന്താണ് ഫസ്റ്റ് പിറന്നാൾ എന്തായാലും എല്ലാവരും നന്നായി നടത്തും. അതിൻ്റെ ഒരു ബേസിലൊന്നുമല്ല ഇപ്പോൾ ക്ലൈമറ്റ് ഇപ്പോൾ എനിക്ക് വരുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് കോൾഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് എൻ്റെ പിറന്നാൾ എനിക്ക് സ്റ്റാർട്ട് ചെയ്തതാണ്. അത് വാവിച്ചിക്ക് പോയി, പിന്നെ ചിങ്ങൂരിന് പോയി, അങ്ങനെ പാസ് ചെയ്ത് പോയതാണ്. ചെന്നിൽ വന്നിട്ടുണ്ടായിരുന്നു, അമ്മയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു, എല്ലാവർക്കും ഉണ്ടായിരുന്നു. അപ്പോൾ പിറന്നാളുടെ ബേസിലൊന്നും എന്താ ആർക്കും പറയാനൊന്നും പറ്റില്ല. അത് ഓരോരുത്തരുടെ ഇതാണ് എങ്ങനെ നടത്തണം എന്താണെന്നുള്ളത്. അതല്ല എല്ലാവരും പറയുന്നത് പിറന്നാൾ നടത്തിയെന്നല്ലോ. പിറന്നാളിൽ ഫസ്റ്റ് പിറന്നാൾ നടത്തുമല്ലോ. കണ്ണ് തട്ടലില്ലേ പറയുന്നത്. അല്ല കമന്റ് കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാനിപ്പോൾ കുറച്ച് മുന്നേ എടുത്ത സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ആ ഒരു ബേസിൽ കുറച്ച് പേര് പറയുന്നുണ്ട് കണ്ണ് തട്ടല് കാര്യങ്ങൾ. പക്ഷെ ഞങ്ങൾക്ക് അതിന് വിശ്വാസമൊന്നുമില്ല. പക്ഷെ അത് കോമൺ ആയിട്ട് പറയുമ്പോൾ ഓക്കെ നമുക്കതൊരു ചെയ്ത് വെക്കാം. അതല്ലാണ്ട് വേർഡിൽ എഴുതിയിട്ടുണ്ട് എന്തൊക്കെ കാണിച്ചു കൂട്ടിയ ഒരു ബേസിലാണ്. ആ അത് ഞാനാ നോക്കിയത്. അതുകൊണ്ട് ഞാൻ കണ്ടില്ല. പക്ഷെ ഞാൻ കണ്ടത് ഈ കണ്ണ് തട്ടിന് എൻ്റെ ബേസ് ചെയ്തിട്ടുള്ള സംഭവം. അത് കുറേ പേര് സ്റ്റാറ്റസ് ഒക്കെ മെസ്സേജ് അയക്കണമുണ്ട്. പക്ഷെ അതൊന്നും ഞങ്ങൾക്ക് അത്ര വലിയ കാരണം എന്താ വെച്ചാൽ അതെല്ലാവരും പറയുന്നത്. അതെ. അപ്പോൾ അതുപോലെ ഇപ്പോൾ ഒരു കമന്റ് അങ്ങനെ പറഞ്ഞത് കൊണ്ട് വന്നിട്ട് കുഴപ്പമില്ല. ഞാൻ പറഞ്ഞെന്നുള്ളൂ. ഞാനൊന്നും കാര്യമൊന്നുമില്ല. അമ്മ ഇവിടെ ഉണ്ടാവും, ഫുഡ് കഴിക്കണ്ട. എല്ലാവരും ഫുഡ് മേടിച്ചു ഫുഡ് കഴിക്കണേ. ഇനിയിപ്പോൾ ഞാനും ആവശ്യം കഴിക്കണം. അത് കഴിഞ്ഞിട്ട് അതുപോലെ എല്ലാവർക്കും സൗണ്ടിപ്പറ പിന്നെ അതുപോലെ എല്ലാവർക്കും ഓരോരോ സിറ്റുവേഷൻസ് ആണ്. ഈ ഒരു ടൈമിൽ കുട്ടികൾക്ക് എല്ലാവർക്കും ഞങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ ഏകദേശം എല്ലാ കുട്ടികൾക്കും കോൾഡ്, എല്ലാവർക്കും ആ കഫത്തിൻ്റെ മെയിൻ പ്രശ്നമുണ്ട്. നല്ല ഇഷ്യൂ. ഉണ്ടെങ്കിൽ ചെറുതായിട്ടാണെന്നുണ്ടെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് ഹോസ്പിറ്റലിൽ ഫസ്റ്റ് കൊണ്ട് കാണിച്ചത്. പിന്നെ പെട്ടെന്ന് നമ്മൾ ചിലപ്പോൾ നോർമലല്ലേ കൊണ്ട് അസാൾട്ടായിട്ട് പോകും. കാരണം ഇപ്പോഴത്തെ ക്ലൈമറ്റ് ആയിരിക്കും സെറ്റ് ആവില്ല. പെട്ടെന്ന് ചേഞ്ച് ആയി. ഡോക്ടർ അതിനെ പറഞ്ഞത്. അപ്പം എന്തായാലും കുഴപ്പമില്ല, നമുക്ക് നോക്കാം. ചിങ്ങൂന് ഇപ്പോൾ ഉറക്കമാണ്. ഡോക്ടർ 11 വരും. എന്നിട്ട് വന്നിട്ട് അല്ല ഞങ്ങൾ പൊതുവേ ഞങ്ങൾ ഫസ്റ്റ് മുതൽ പറയുന്ന കാര്യമാണ്. ഞങ്ങൾ എന്തുണ്ടെങ്കിലും ഞങ്ങൾ ചിരിച്ചിട്ട് പറയാറുള്ളൂ. ആ ഒരു രീതിയിൽ കണ്ടാൽ അത് നെഗറ്റീവ് കൊണ്ട് വരണ്ട. എനിക്ക് ഫീൽ ചെയ്തിട്ട് പ്രഗ്നൻസി സമയത്ത് മാത്രമേ ഉള്ളൂ എന്ത് സങ്കടം. അത് മാത്രം. അത് കഴിഞ്ഞ് ആ വേദനൻ്റെ ഇടയിലൊക്കെ എടുക്കുമ്പോൾ ആ ഒരു ബേസ്. അല്ലാണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തിട്ട് അത് സംസാരിക്കാറുണ്ടല്ലേ. എന്താണ്
ഡോക്ടർ വരുമല്ലോ. എത്ര മണിക്ക് വരും? 11 മണിക്കാണ്. 11:30 പറഞ്ഞു. അവിടെയും പേഷ്യൻസ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് കാരണം ഇങ്ങോട്ട് വരാൻ കുറച്ച് സമയമാവും. ഡോക്ടർ വന്നിട്ടാണ് എന്താണ് അറിയുള്ളൂ. പിന്നെ അതുപോലെ ചിങ്ങൂരിലാണെന്നുണ്ടെങ്കിൽ മോശം പോയിട്ടില്ല. ഈ ഇത്ര ദിവസമായിട്ട് 4 ദിവസമായിട്ട് മോശം പോയിട്ടില്ല. അപ്പോൾ ഡോക്ടർ വന്നിട്ട് അതൊക്കെ പറയണം. എന്നിട്ട് ഡോക്ടർ വന്നിട്ട് എന്തൊക്കെയാണ് അല്ല എന്നാലും ഞങ്ങൾ പറഞ്ഞപ്പോൾ ഒരു പറഞ്ഞ ഒരു 3-4 ദിവസം വരെ പോയില്ലെങ്കിൽ കുഴപ്പമില്ല, അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ പറയണം എന്ന് പറഞ്ഞപ്പോൾ എന്തായാലും എപ്പോഴും കറക്റ്റ് ടൈമിന് കറക്റ്റ് പോവാറുണ്ട് അല്ലേ? അപ്പം എന്തായാലും അവർക്ക് ഞാൻ എന്തായാലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഡോക്ടർ വന്നിട്ട് ഒന്നുകൂടെ പറയണല്ലേ. ഇപ്പോൾ കാഫാണെന്നുണ്ടെങ്കിലും കുട്ടികൾക്ക് പുറത്ത് തുപ്പാനൊന്നും പറ്റില്ലല്ലോ. അവർക്ക് അങ്ങനെ മോശം പോകുമ്പോൾ തന്നെയാണ് കൂടുതൽ പോകുക, അല്ലെങ്കിൽ നോക്കുന്ന പോകണം, അങ്ങനെയാണ് പോവുള്ളൂ. അപ്പോൾ എന്തായാലും ഒന്ന് ഡോക്ടർ വന്നിട്ട് എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ട് അതൊക്കെ സംസാരിച്ചിട്ട് എന്താണെന്നുള്ളത് നോക്കാം. എനിക്ക് ഗൈസ് ഉറക്കം മതിയാവാതെ കിടന്ന കാര്യം കേട്ടോ. ബാ ആവി പിടിച്ചിട്ട് ഉറങ്ങിയാൽ മതി. വേഗം മതി പിടിക്ക്. എടുക്കട്ടെ. ഉറങ്ങുമ്പോൾ ചുമയില്ല, ഉറങ്ങി അടിക്കുമ്പോഴാണ് ചുമ. ഗൈസ് 8 മണിക്ക് ആവി പിടിക്കണം കേട്ടോ. പക്ഷെ കുട്ടി ഉറങ്ങണത് കാരണം പിടിക്കാൻ പറ്റിയില്ല. ഇനിയിപ്പോൾ അത് ചെയ്തിട്ട് വേണം ഉറക്കാൻ. ശരി. അപ്പോ എഞ്ചിന് പാവം തൊണ്ട വേദനിക്കണ്ടോ എനിക്കൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. സൗണ്ട് കേട്ടാണ് പേടിയത്. ടൈമിങ്ങിന് പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ ശരിയാവില്ല. അമ്മയാ അമ്മയ്ക്ക് അടി ഇല്ലമ്മ കഴിഞ്ഞല്ലോ. കഴിഞ്ഞു. എനിക്ക് രാവിലെ കാരണം ഇപ്പൊ മഞ്ഞൊക്കെ ഉള്ളത് കാരണം രാവിലെ കഴിക്കാനാകുമ്പോഴാണ് തണുപ്പ് കാര്യങ്ങളൊക്കെ അതുകൊണ്ടായിരിക്കും. ഗൈസ് അപ്പോൾ ഉച്ചയായിട്ട് അത്ര നേരം കുട്ടി ഉറങ്ങുമായിരുന്നു. ഇപ്പോൾ എണിച്ചതാണ്, ഉറക്കം പോരാണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉച്ചയ്ക്ക് ആവി പിടിക്കാനുണ്ടല്ലേ കുട്ടിക്ക് ശരിയായിട്ടില്ല. പോയപ്പോ ആളുടെ കരച്ചിൽ നിന്നു. ഇപ്പൊ തുടങ്ങും. ഇനിയിപ്പം മെല്ലെ തുടങ്ങും. ഞാൻ എന്തായാലും ഇത് ചരിച്ചു പിടിക്കണ എന്താണ്ടിരിക്കുന്നു. ഇപ്പൊ തുടങ്ങ ആലോചിച്ചാല് ഇല്ല പൊഞ്ഞോ. അമ്മ ഒന്ന് പിടിക്കുക, അമ്മ കൈ പിടിച്ചു കൊടുക്കണം. കഴിച്ചില്ല, എണീറ്റിട്ടില്ലല്ലോ, ഉറക്കമാണ്. പിന്നെ ഞാൻ ആ ഗ്യാപ്പിൽ വീട്ടിൽ പോയിട്ട് ചിങ്ങറിന് കൂളും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് വന്നു. അമ്മ ആ ഗ്യാപ്പിൽ ഫ്രഷായി ലോവേ. അങ്ങനെ ഇനിയിപ്പോൾ ചിങ്ങറിന് അന്ന് കുറച്ചൊരു 5 മിനിറ്റോ 4 മിനിറ്റോ എന്തോ അത് ഉള്ളൂ. അതിൽ ആ മരുന്നിടിച്ച് കഴിയുമ്പോഴേക്കും താവി പിടിച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഉറങ്ങുമോയെന്നറിയില്ല. അത് ഫുഡ് എന്തെങ്കിലും കൊടുക്കണം. അതായത് സിസ്റ്റർമാർ ഇങ്ങോട്ട് വരിക എന്തെങ്കിലുമൊക്കെ ഒരു ഇതാണെങ്കിൽ ഇങ്ങോട്ട് പിന്നെ എന്താണ് കരയാൻ തുടങ്ങും. ചിങ്ങടുവിന് മൂക്കിൽ എന്താണ് നെസൽ ഡ്രോപ്സിലെ കൊറ്റിക്കണം. അപ്പോൾ അതൊക്കെ ഒറ്റിച്ചിട്ട് ആൾ മൂട് പോയിട്ടിരിക്കുന്നു. അപ്പോൾ വെച്ച് നടക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ. അല്ലേ നടക്കാൻ ഇറങ്ങിയല്ലേ. ചിങ്ങടുവിന് മൂട് വന്നിട്ടേ ഇല്ല. ഞാനെടുത്തിട്ട് കുറേ നടന്നു, പക്ഷെ ആൾ നിൽക്കണില്ല. ഒരേ കരച്ചിലാണ്. കണ്ണടിക്കുന്നുണ്ട്. കഫത്തിൻ്റെ ഒരു പ്രശ്നം തോന്നണം.
കുറച്ച് ഫുഡൊക്കെ കഴിച്ചു കേട്ടാ. കൂളൊക്കെ ആൾ കുറച്ച് കഴിച്ചു. എന്നിട്ട് പിന്നെ മൂക്കിൽ മരുന്നൊക്കെ ഒറ്റിച്ച് കൊടുത്തു. കുറച്ച് ഇങ്ങനെ നടക്കും. റൂമിക്ക് വന്ന കരയും. പിന്നെ മൂളിനാണ് അങ്ങനെ മൂളിച്ചാണ്. കരയാനും വയ്യ അല്ലേ ബാവേ? കരയാനും വയ്യ, കരഞ്ഞും മതി അയാൾക്ക്. പിന്നെ എന്താണ് ചുമയ്ക്കുള്ളൊരു സിറപ്പ് ഇന്നലെ തന്നിട്ടുണ്ട്. അത് ഫ്ലേവർ ആൾക്ക് പറ്റില്ല. അപ്പോൾ ഡോക്ടർ വന്നു പോയി. അപ്പോൾ അത് പറഞ്ഞിട്ട് വേറൊരിത് തന്നു. ഇനിയിപ്പോൾ അത് കൊടുക്കണം. അപ്പോൾ അവർ ഫുഡ് കഴിക്കുന്ന സിസ്റ്റർമാർ അവർ വന്നിട്ട് കൊടുക്കാമെന്നാണ് പറഞ്ഞത്. പിന്നെ ഡോക്ടർ വന്നിട്ട് എന്താ പറഞ്ഞതെന്ന് പറഞ്ഞുതരാം. അമ്മ ഇവിടെ ഉണ്ട്. നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ കഴിക്കണം. ഉച്ചയ്ക്കത്തെ ഫുഡ് കാര്യങ്ങളൊന്നും കഴിച്ചിട്ടില്ല ഗൈസ്. ചിങ്ങടൂനില്ലേ മരുന്ന് കൊടുത്തു കേട്ടാ. സിസ്റ്റർമാർ കഴിച്ചു വന്നു. എന്നിട്ട് ഫില്ലറിലായി കൊടുത്തു. സ്പൂണിൽ കൊടുക്കുമ്പോൾ ആൾ തട്ടി വിടാണ്. ഫില്ലറിലായി കൊടുത്തു. എന്നിട്ട് ഇതാ ഇപ്പോൾ വായിച്ചിട്ട് തോളിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഉറങ്ങാനാണോ എന്ന് നോക്കണ്ട. കണ്ണടിച്ചു. ആൾക്ക് നല്ല മയക്കം. ആൻറ്റിബയോട്ടിക്കിൻ്റെ ഇതാ തോന്നുന്നു. കഴിക്കണില്ല. അതായത് പറയാൻ പറഞ്ഞു. ഡോക്ടർ വന്നിട്ടുണ്ടായിരുന്നു. ഡോക്ടർ വന്നപ്പോൾ പറഞ്ഞ സമയത്ത് എന്താ പറഞ്ഞത്? അതിലുണ്ടായിരുന്നു ബേബി ഉണ്ടായിരുന്നില്ല. ബേബിമ്മ വീട്ടിൽ പോയി. അവിടെ അത് ഫുഡ് കൊടുക്കണം. പിന്നെ ലീസ് പിന്നെ ചിങ്കുവിന് കൂള് കൊടുക്കാൻ ഡോക്ടർ എന്താ പറഞ്ഞു? അപ്പോൾ ഡോക്ടർ ഒന്ന് ചെക്ക് ചെയ്ത സമയത്ത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാൻ പറഞ്ഞ ചുമയൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ഇഞ്ചക്ഷൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഹീലായി പോകുന്ന സമയത്ത് ചുമ വരണം. അതായത് ചിങ്കുട് മോശം പോയില്ല. അപ്പോൾ മോശം പോകണമെന്നുണ്ടെങ്കിൽ കഫം പകുതി അതിൽ പോകുമത്രേ. അപ്പോൾ പോകാത്തതുകൊണ്ട് തന്നെ ചിങ്കുവിന് വായിക്കൂടെ മൂക്കൂടെ തന്നെ വരണം. വായിക്കൂടെ പിന്നെ തുപ്പാൻ അറിയാത്തതുകൊണ്ട് മൂക്കൂടെ വന്ന് തന്നെയാണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് അല്ലേ? അങ്ങനെ ഇല്ല. ഡെയിലി ആള് പോണതാണ്. അപ്പോൾ ഫ്ലേവർ സിസ്റ്ററും വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് എങ്ങനെയും മാറിക്കിട്ടുന്നല്ലോ. അപ്പോൾ ആളും വന്നിട്ട് ഞങ്ങൾ മൂന്നാളും കൂടി കൊടുത്തു. അവിടെ ചിങ്ങട് ഉറങ്ങി ഗൈസ്. സത്യം കരയുമ്പോൾ സൗണ്ടൊന്നും പുറത്ത് വരുന്നില്ല. രണ്ടിടയ്ക്ക് കണ്ണു തുറക്കുന്നുണ്ട്. പക്ഷെ ഉറക്കത്തിലാണ് ആള്. ആൻറ്റിബയോട്ടിക്കിൻ്റെ ഇതാണ് വിചാരിക്കുന്നത്. അങ്ങനെ പറഞ്ഞത് അവർ. അതുകൊണ്ടാണ് ഈ മയങ്ങി കിടക്കുന്നതെന്ന് പറഞ്ഞത് ഗൈസ്. അപ്പോൾ ചിങ്ങടും ഇല്ലേ ഉറങ്ങിയിട്ടുണ്ട്. ഇപ്പം എന്തായാലും കിടത്തി നോക്കണം. ചിലപ്പോൾ തെളിയും. മലന്ന് നടക്കുമ്പോൾ ആൾക്ക് ചുമ പെട്ടെന്ന് വരും. ഉറങ്ങിയിട്ട് കണ്ട് കുറച്ച് നോക്കണ്ട. ചിങ്ങടും അരക്കണില്ല കിടക്കുള്ളൂ. പക്ഷെ ഉറങ്ങി. ചില സമയത്ത് ഉറങ്ങിയോണ്ട് കിടക്കും. പിന്നെ വാവിച്ച് കിടന്ന് ഫീൽ ചെയ്താലും ഉറങ്ങുള്ളൂ. തീരെ വയ്യ ആൾക്ക് ഗൈസ്. ചിങ്ങുവിനൊന്ന് മേല് കഴുകി കൊടുക്കാമെന്ന് വിചാരിച്ചുട്ടാ. കാരണം അങ്ങനെ കിടക്കുമ്പോൾ ഒരു മുഷിപ്പടിക്കും. അപ്പോൾ മേല് കഴുകി ഇവിടെ തന്നെ ചുടുവെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇവിടെ നിന്നില്ലേ കൊതുകുത്തിയാണ്ട മാതിരിയായിരിക്കും. മേലൊന്ന് കഴുകി കൊടുക്കുന്നത്. ചുടുവെള്ളം ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ചുടുവെള്ളമൊക്കെ കൊണ്ടുവന്നു കേട്ടാ. ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അപ്പോൾ നല്ല ട്രിപ്പ് നോക്കി കഴിക്കണം. ഡ്രസ്സ് ഇട്ട് കൊടുക്കാൻ അവർ പറഞ്ഞു. എന്താ വെച്ചാൽ ഇവിടെ കൊതുകിൻ്റെ ഇത് കൂടുതലുള്ളതുകൊണ്ട് വല്ല അലർജിയും വരണമെന്ന് വെച്ചിട്ടേ. ബാ നമുക്ക് കുളിക്കാം. ബാ ഗൈസ്. അപ്പോൾ ഫ്രഷൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ട് ഫുഡ് കഴിക്കുന്നത്. ഇല്ല കുഞ്ഞോ? ഇപ്പൊ ഒന്ന് ആളൊന്നും ഉഷാറായിട്ടാ. ഇനി കുറച്ച് ഈ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഓഫാകും. ചാർജ് ഇറങ്ങി പോണ പോലെ. ഇവിടെ വന്നതിന് ശേഷം ചിങ്ങടൂന് ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് എന്താണ് കൂളും പിന്നെ കഞ്ഞിയും. വേറെ ഒന്നും അവള് കഴിക്കുന്നില്ല. അപ്പം അത് കാരണം ഇത് മാത്രമേ. ഇന്ന് രാവിലെ തൊട്ട് ഇതായി ഒരു ഏകദേശം ഒരു വൈകുന്നേരമല്ല രാത്രിയായില്ലേ ഇതുവരെയും ഫുള്ള് ഉറക്കം പറഞ്ഞ ഒരു മയക്കം പോലെ.
കേട്ടാ മൂപ്പർക്ക് ഉഷാറില്ലാത്തോണ്ടാണ്. നല്ല കുറുമ്പാണല്ലേ ബേബി, നല്ല തല്ലോടെ. ഇങ്ങനെയൊന്നും അല്ല. ആ കണ്ട കേസ് ചുമയൊന്നും വിട്ടിട്ടില്ല. ഇനി ചിങ്കിടു ഒന്ന് ആക്റ്റീവായിട്ട് വേണം ചിങ്കിടുവിന്റെ കുറുമ്പുകളൊക്കെ കാണിച്ചു കൊടുക്കാൻ. ചിങ്കിടുവോ കേക്കണ്ട അമ്മ പറയണത്? എന്ത് ചെയ്യ അമ്മ പറയണത്? അപ്പൊ കഴിച്ച് എന്തായാലും കൂളൊക്കെ കൊടുക്കട്ടെ. അപ്പോഴേക്കും എന്തായാലും ഇതൊക്കെ കഴിയുമ്പോഴേക്കും ഏകദേശം എന്തായാലും അവള് മയങ്ങൂല്ല ബേബി. അപ്പോൾ ഇന്ന് 5ാമത്തെ ദിവസം ഉണ്ടാകും. അപ്പോൾ ചിങ്കുളൊന്നും ചുമയും കാര്യങ്ങളൊന്നും കുഴപ്പമില്ല. ആദ്യത്തെ വെച്ച് ബെറ്ററായിരുന്നു. പക്ഷെ ആൾക്ക് മറ്റേ മരുന്നിൻ്റെ ഒരു ഇതായിട്ട് തൊണ്ടെന്തോ ഉണ്ട്. അത് വായ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെള്ളമിറക്കം പോലെ കാണിക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ അതുണ്ട്. അത് നമ്മൾ വീടിൻ്റെ അവിടെ നിന്ന് ഇവിടേക്ക് മാറിയിട്ടുള്ള ക്ലൈമറ്റ് ചേഞ്ച് ആണോ എന്ന് തോന്നുന്നു. ചിങ്കുളിനാണെന്നുണ്ടെങ്കിൽ മരുന്ന് മറ്റേ ആൻറ്റിബയോട്ടിക് ഉപയോഗിക്കണമെങ്കിൽ ഉണ്ടാവും. അല്ല ഞങ്ങൾക്കും മൂന്നാൾക്കും അതുകൊണ്ടൊരു ഇതുണ്ട്, തൊണ്ട പ്രശ്നമുണ്ട്. അപ്പോൾ അതാകും ചിങ്കുളിനാണോ എന്ന് അറിയില്ല. എന്തായാലും ഇന്നിപ്പോൾ 5ാമത്തെ ദിവസം ഡോക്ടർ വന്നിട്ടാണ് എന്താണ് അവസ്ഥ എന്ന് അറിയുള്ളൂ. ഡിസ്ചാർജ് ആവുമോ എന്നാലും ഇന്നലേക്ക് വന്ന സമയത്തും കുഴപ്പമില്ലെന്ന് പറഞ്ഞു. എന്നാലും മറ്റേ ആൻറ്റിബയോട്ടിക് ചെയ്യുന്നതുകൊണ്ട് പിന്നെ ആവി പിടിക്കുന്നതുകൊണ്ട് ഇന്ന് നോക്കാമെന്ന് പറഞ്ഞിരുന്നു. വന്നിട്ട് എന്താ അവസ്ഥ എന്ന് നോക്കാം. അപ്പോൾ വായിച്ച് ചിങ്ങടും അമ്മയുണ്ട് അവിടെ പുറത്തുണ്ട്. വായിച്ച് ചിങ്ങടും അമ്മയോടെ ഉണ്ട് കേട്ടാ. അതായത് ചിങ്ങട് ഉള്ളിലിരിക്കുമ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. നേരത്തെ എണീറ്റു. മറ്റേ മരുന്ന് കുത്താൻ വേണ്ടി വന്ന സമയത്ത് അങ്ങനെ എണീച്ചാൽ കണ്ട വിളവ് കാണിക്കുന്നുണ്ട്. മൂക്കി പിടിച്ച് വലിക്കുകയാണ്. അങ്ങനെ ഡോക്ടർ വന്നു കേട്ടോ. കുറച്ച് അപ്പോഴേ വന്നിട്ടുണ്ടായിരുന്നു. വന്നിട്ട് ഡിസ്ചാർജ് ചെയ്യാമെന്ന് പറഞ്ഞു. അവ കുഴപ്പമൊന്നുമില്ല, കഫത്തിൻ്റെയൊക്കെ ഏകദേശം ഒന്ന് പോയിട്ടുണ്ട്. അപ്പോൾ ഡിസ്ചാർജ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് ഡിസ്ചാർജാണ്. വാവച്ചിക്ക് നല്ല സന്തോഷം പറഞ്ഞല്ലേ. ഒന്നാമത് ചിങ്ങടൂന് ഇവിടെ ഇരിക്കുമ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്, വീടിന്ന് വിട്ട് നിൽക്കുമ്പോഴേ. പിന്നെ അതുപോലെ മോശം പോവാത്തത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ മോശം പോവാനുള്ള സംഭവം വെച്ചു. അപ്പൊ അതിന്റെ ഇതാണോന്ന് അറിയില്ല. ഇപ്പൊ ഒരു ഇത് വന്നിട്ടുണ്ട്. ഇപ്പൊ എത്ര നേരം ഉറങ്ങായിരുന്നു, ഇപ്പൊ എണീറ്റു. ഇനിയിപ്പോ ഒരു കരച്ചിൽ ഇനിയിപ്പോ അതിന്റെ ആണോന്ന് അറിയില്ല. എന്താ അതിന്റെ പേര്? അതിന്റെ ഒരു പേരുണ്ട് കഴിച്ച്. അപ്പൊ അത് ഡോക്ടറിന് പറഞ്ഞപ്പോ അത് വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ അതിന്റെ ആണെന്ന് തോന്നുന്നു. അപ്പം മരുന്നും കാര്യങ്ങളൊക്കെ തന്നു. മരുന്നും കാര്യങ്ങളെല്ലാം മേടിച്ച് പേയ്മെൻറ്റ് കാര്യങ്ങളെല്ലാം ചെയ്തു. ഹോസ്പിറ്റലെല്ലാം കഴിഞ്ഞു. ഡിസ്ചാർജ് നമുക്ക് സംഭവം തന്നിട്ടുണ്ട്. കാർഡിനുണ്ട്. അഡ്മിറ്റ് ആയിട്ടില്ല, ഡിസ്ചാർജ്. അപ്പോൾ ഇവിടെ തക്ക റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഇവിടെ കുറച്ച് സാധനങ്ങളുണ്ട്. പലക്കും സെറ്റായി. അതെ, ഒപ്പിനൊന്ന് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ മരുന്നുകൾ തന്നിട്ടുണ്ടല്ലോ അവ. പിന്നെ ഒക്കെ പാക്ക് ചെയ്തിട്ട് കുറേ സാധനങ്ങളുണ്ട്. ബെഡ്ഷീറ്റ്, പിന്നെ പാത്രങ്ങളും കാര്യങ്ങളും അതൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ചിങ്ങലിൻ്റെ കയ്യത്ത് ഇതൊന്നും അഴിക്കാനുണ്ട് കേട്ടാ. ഇനിയിപ്പോൾ തയ്ക്കാൻ പോകുമ്പോൾ എന്താ അവസ്ഥ എന്നറിയില്ല. അതെ, ഇനിയിപ്പോൾ എന്തായാലും നോക്കാം. അപ്പോൾ ഇതൊന്ന് വേഗം ഒന്ന് സെറ്റ് ചെയ്യട്ടെ കേട്ടാ. മോശം പോകാത്തതിന് മരുന്ന് വെച്ചതിൻ്റെ എന്താ പറയുക, പണി തുടങ്ങി തോന്നുന്നു. അവൾക്ക് വയറ് വേദനിച്ചിട്ട് തോന്നുന്നു, കരയുന്നുണ്ട്. കാരണം ഞങ്ങൾ വന്നപ്പോൾ മുതൽ എന്താണ് മോശം പോയിട്ടില്ല. ബുദ്ധിമുട്ട് നമ്മൾ പറഞ്ഞുകൊണ്ട് അത് വെച്ചു. പക്ഷേ എന്താ ചെയ്യുന്നത്, അങ്ങനെ ഇറുകി കിടന്നാലും ബുദ്ധിമുട്ടല്ലേ. അപ്പം അതിൻ്റെ തോന്നുന്നുണ്ട് കരഞ്ഞുകൊണ്ടിരിക്കും. ചിങ്ങടുമാ ഇറക്കണ്ടാ ഇട്ടാ ഇട്ടാ സപ്പോസിറ്റർ അല്ലേ? സപ്പോസിറ്റർ പേര് കിട്ടി. ഞാൻ അങ്ങനെ സസ്പെൻഡർ സന്ധിക്ക് വായിലിങ്ങനെ പറഞ്ഞില്ല. സപ്പോസിറ്റർ ശരിയാവൂട്ടാ. വീട്ടിൽ പോവാം നമുക്ക്. ആള് അപ്പിയിട്ട് തുടങ്ങിട്ടാ. നിർത്ത് എടുക്കുമ്പോ വേദനിക്കണ്ടോ? അങ്ങനെയാണ് ഉറക്കത്തിന് എണിച്ചത്. എന്തായാലും ഇതാ സാധനങ്ങളൊക്കെ എടുത്ത് വേഗം പോകാം. ഒഴിഞ്ഞോടുക്കും. അങ്ങനെ ചിങ്കടു അപ്പിയിട്ടുട്ടാ. ഇല്ലാവേ കഴുകി കൊടുത്തിട്ട് വേറെ ഡയപ്പർ ഇട്ട് കൊടുത്താൽ നല്ല വേദനിച്ചിട്ട് നല്ല കരഞ്ഞു. പിന്നെ കയ്യിൽ അത് ഒഴിച്ചു. അപ്പോൾ ബ്ലഡ് വരാണ്ടിരിക്കാൻ പിടിച്ചിട്ടിരിക്കാൻ
വെച്ചോ നല്ല കുറച്ച് നേരം വെച്ചോ ഒന്ന് ബ്ലഡ് കട്ട പിടിക്കുന്ന വരെ അപ്പം എല്ലാ സാധനങ്ങളെല്ലാം കൊണ്ടുപോയിട്ടാ ക്ഷീണിച്ചുകൊണ്ടാ ഉറങ്ങാൻ പോവാണ് അപ്പം എല്ലാം ഞങ്ങൾ സാധനങ്ങളൊക്കെ കൊണ്ടുപോയി. അതെ വീട്ടിലേക്ക് പോവാണ്. വീടെത്തി ഒന്ന് ചിങ്ങളൊന്ന് സെറ്റായി വന്നാൽ ഹാപ്പി അല്ലേ? അമ്മയും റെഡി ആയിട്ട് നിൽക്കണം പോകാൻ വേണ്ടിയിട്ട്. പോവാന്നാ അമ്മയ്ക്കൊന്നുമില്ല മുണ്ടാണ്ടിരിക്കല്ലേ, പിന്നെ എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കില്ലേ കമന്റ് വരുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞാണ്. ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാണ്ടായിരുന്നല്ലോ. അതൊക്കെ മേടിച്ചിട്ട് ഇതാ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചിങ്കിടു ഇതാ ഇപ്പോൾ കുറച്ച് ഓക്കെ ആയി ഗൈസ്. അവിടെ നിന്ന് പുറത്ത് വന്നപ്പോൾ ചുമ അടിക്കുന്നുണ്ട്. അല്ല ആള് ഉഷാറ് കുറച്ച് വെച്ചിട്ട് ഞാൻ ഇപ്പോൾ പുറത്തേക്കൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ഫുഡ് പഠിക്കാൻ നിർത്തി പുറത്തേക്കൊക്കെ എടുത്തിട്ട് പോയപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. അവിടെ നിന്ന് വന്നിട്ടേ ഉണ്ടായിരുന്നില്ല, കരച്ചിലൊന്നുമില്ല ആള്. എനിക്ക് തോന്നുന്നത് എന്താണ് എനിക്ക് തോന്നുന്നത് ആൾക്ക് അതിൻ്റെ ഉള്ളിൽ ഇരിക്കുമ്പോൾ ഇറിറ്റേഷൻ ഉണ്ടാവും, വീട് കാണാത്തതുകൊണ്ടേ. പോയി പറഞ്ഞ ഞങ്ങൾ ഏകദേശം വീടെത്താനായി. ഇവിടെ പറലെത്തി, അങ്ങനെ വീടെത്തി. ചിങ്ങട് ഹോസ്പിറ്റലിൽ കയറിയുണ്ടോ മറന്നു. ഇവിടെ നോക്ക് വീടാണേ. ഇല്ല ഇപ്പൊ കുറച്ച് ബെറ്റർ ആണ്. എന്താ വെച്ചാല് ചുമക്കുന്നുണ്ട, ഇടയ്ക്കും ചുമ ഉണ്ട്. മരുന്ന് തന്നിട്ടുണ്ടാലും മരുന്ന് കൊടുക്കാനാണ് പറഞ്ഞത്. അപ്പോൾ എന്താണ് പിന്നെ അപ്പിയിട്ടുണ്ട് കേസ് അല്ലേ? പിന്നെ വേന വന്നിട്ട് ഇടയിലൊന്നും കരഞ്ഞിട്ട് അതിലാ തോന്നുന്നു ഇപ്പോൾ കിടക്കുന്നത്. ക്ഷീണിച്ചു, അത് നല്ല ക്ഷീണം തട്ടി. ശരി ആവട്ടാ. പിന്നെ ഉറക്കം കിട്ടിയിട്ടില്ല രാവിലെ മുതൽ. ഇനിയിപ്പോൾ ഒന്ന് ഉഷാറായി ഉറങ്ങിക്കാം. ഉഷാറാവായിരിക്കും. അല്ല ഇപ്പൊ തന്നെ കുറച്ച് കുഴപ്പമില്ല. വരുന്ന സമയത്ത് കാക്കാന്നൊക്കെ പറയുന്നുണ്ട്. അതെ 17-ാം തീയതി പോകാൻ പറഞ്ഞിട്ടുണ്ട്. വീടെത്തി. ഇനിയിപ്പോൾ ചിങ്ങനൊരു മരുന്നും കാര്യങ്ങളൊക്കെ കൊടുക്കണം. കുറച്ചുകൂടി ചുമയൊക്കെ പോകണ്ട, അപ്പോൾ അതൊക്കെ ഒന്ന് പോകുന്നു വിചാരിക്കണം. അതെ സെറ്റാക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും അടുത്ത വീട്ടിൽ കാണാം ഗൈസ്. ബൈ.